എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ലാസ്റ്റ് ഞാൻ ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ഇട്ട ടൈമിന് കുറച്ച് പേര് എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഹെയർ ഓയിൽ യൂസ്ഫുൾ ആണോ, എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സ് ആവശ്യമാണെന്നുള്ളത്. അപ്പൊ ഇന്നും നമ്മളൊരു ഹെയർ കെയർ ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് ആ ഹെയർ ഓയിൽ യൂസ് ചെയ്ത ടൈമിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഹെയർ ഫോൾ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ട് എൻ്റെ ഹെയർ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും, അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പാക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊന്നും കൂടെ ഫ്രിസി ആവത്തുള്ളൂ. അപ്പോൾ മുമ്പ് ഇതുപോലെ എൻ്റെ ഹെയർ നല്ല രീതിക്ക് ഫ്രിസി ആവുന്ന ടൈമിന് ഞാനൊരു നാച്ചുറൽ ഒരു പാക്ക് ട്രൈ ചെയ്യുമായിരുന്നു. ആ ടൈമിന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടും. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മുടി നല്ല സോഫ്റ്റ് ആവും. ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഈ വീഡിയോയുടെ എൻഡിൽ ഫൈനൽ റിസൾട്ടും അതിന് മുന്നേ ഉള്ള മുടിയുടെ ഹെയറിന്റെ ഫോട്ടോയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തെളിവ് ഉൾപ്പെടെ ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ആ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ 2 ചെറിയ റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് 2 എടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് എടുക്കണം. എനിക്ക് ഒരുപാട് മുടിയില്ലാത്തതുകൊണ്ട് ഇത്രയും മതിയായിരുന്നു. ഞാൻ അതിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പീസ് അലോവേറ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജെല്ലും കൂടെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടണം. നിങ്ങളുടെ കയ്യിൽ കേടുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത്. ഇതാണ് പരുവം. ഞാൻ ഇപ്പോൾ തലയിൽ ഞാൻ തേക്കുന്ന ഓയിൽ തേച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പ്രധാനമായിട്ടും സ്കാൽപ്പിലല്ല തേക്കേണ്ടത്, നമ്മുടെ ഹെയറിലാണ് തേക്കേണ്ടത്. സ്കാൽപ്പിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹെയറിലോട്ടാണ് കൂടുതൽ തേക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓൾറെഡി യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാനും ഇത് യൂട്യൂബിലാണ് കണ്ടത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ആണ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഫുള്ള് ഹെയറിലോട്ട് തേക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അതായത് ഫുള്ള് ഞാൻ ഹെയറിൽ തേച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കൊണ്ടിട്ടിട്ട് വെക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറോ 20 മിനിറ്റോ വല്ലതും വെച്ചിട്ട് നമ്മൾ നോർമൽ ഹെയറിൽ കഴുകിക്കളയാം. പക്ഷെ ഇത് പോകാൻ പാടാണ്. തലേന്ന് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്താൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാത്രമേ പാക്ക് തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നല്ല രീതിക്ക് ഹെയർ സോഫ്റ്റ് ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ മുമ്പേ ഉള്ള, അതായത് ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കിട്ടിയ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.